എന്റെ പറമ്പിലാണ് തേങ്ങ വീണത്. അപ്പൊ ഇത് എന്റെ തേനടാ. എന്റെ പൊന്നുമോളെ, ഇതിനും നിനക്ക് വല്ല തെണ്ടിത്തിന്ന് ജീവിക്കാൻ പാടില്ലേ? അതിനർത്ഥം എന്താണ്? എന്നെ പിച്ചക്കറിയെന്നല്ലേ നീ വിളിച്ചേ? അതെ, നാളികേര കള്ളി. കള്ളി നിന്റെ പെണ്ടാട്ടി. എന്റെ പെണ്ടാട്ടിയെ നീ കള്ളിന്ന് വിളിച്ചോ? ആ, വിളിക്കും. നീ പോടി കള്ളി. അയ്യോ, മീറ്റർ തെറ്റിയേ. നീ പോടി കള്ളി. ഞാൻ നിങ്ങൾ വല്ലതും കേട്ടായിരുന്നു? ഞാൻ അവനോട് എങ്ങോട്ട് ചെന്ന് വഴക്കൂടിയതാണോ? ഒരു തേങ്ങ കിട്ടി, അത് ഞാനിങ്ങ് എടുത്തു. അത് ഇത്ര വലിയ തെറ്റാണോ? നിങ്ങൾ പറ. എടാ സുഭാഷ്, നാക്കിറങ്ങി പോയണോ? നാക്കിറങ്ങി പോയി നാളികേര കള്ളി. കള്ളി ഒന്നും പറയണില്ല. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്കൊരു കെട്ടിയവരുണ്ട്. ഇത്രയും എന്നെ ഇവ പറഞ്ഞിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഇരിക്കുന്ന കണ്ടോ? പോയി നന്നായി പോയി. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മീശമേ പണന്നോട്ടിരിക്കുമ്പോ അടുത്ത് വന്ന് ഇങ്ങനൊന്നും വിളിച്ചേക്കരുതെന്ന്. ഇത് കണ്ടോ, എന്റെ മീശ എന്ന് പറഞ്ഞ എന്റെ ജീവനാണ്, ജീവൻ. പണ്ടൊക്കെ ഞാനായിരുന്നു ജീവൻ. ഇപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നീ എന്റെ ജീവൻ എടുത്തോണ്ടിരിക്കല്ലേ. നീ എന്താ ചെയ്യുന്നോ? നിനക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ നാട്ടുകാരോട് വഴക്കുണ്ടാക്കാനല്ലേ വല്ല പണിയുണ്ടോ നിനക്ക്? എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടണം. എന്നിട്ട് നിനക്കല്ലല്ലോ കിട്ടിയത്, എനിക്കല്ല കിട്ടിയത്. പിന്നെ എന്തൊരു ദുരന്താടി നീ, എന്തൊരു ദുരന്താ നീ. എന്നോട് മെക്കിട്ടേറാനും വന്നാലുണ്ടല്ലോ. നിന്റെ കയ്യിരിപ്പിനാണ് ഞാൻ നിന്റെ മെക്കിട്ട്. നിന്റെ കയ്യിരിപ്പിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിന്നോട് ഞാൻ എത്ര നേരമായിട്ട് പറയുന്നു ചോറെടുത്ത് വെക്കണി, ചോറെടുത്ത് വെക്കണീന്ന്? ചോറല്ലേ ഈ എടുത്ത് വെച്ചേക്കണം. നിങ്ങൾ കണിക്കൂലിയാണോ മനുഷ്യ? ഇതിനകത്ത് ഒരു മീൻ പൊരിച്ചതേ ഉള്ളൂ, എനിക്ക് 2 മീൻ പൊരിച്ചത് വേണം. ഇവിടെ ഇനി ആകെ ഒരു പൊരിച്ച മീനേ ഉള്ളൂ. അത് കൊണ്ടുവാ. അത് അച്ഛനുള്ളതാ. ഓഹോ, അപ്പൊ നീ ഇത്ര നാളും എനിക്ക് തന്തയില്ലാത്ത മീനെയാണോ തീറ്റിച്ചോണ്ടിരുന്നത്? എനിക്കറിയത്തില്ല. പോയി തന്തയുള്ള മീനെ വിളിച്ചോണ്ട് വാ. മതി നീയുമായിട്ടുള്ള ബന്ധം. എന്റെ മെക്കിട്ട് കയറാനങ്ങനെ വന്നാലുണ്ടല്ലോ ചോദിക്കാനും പറയാൻ എന്റെ കുടുംബക്കാരുണ്ട്. അങ്ങനെയാണ് എനിക്കുണ്ട് കുടുംബക്കാർ. എനിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവര് ചുറ്റും കൂടി നിൽക്കും. നിങ്ങൾക്ക് എന്തോ അപകടം വന്നപ്പോ ആര് വന്ന് നിങ്ങളെ ചുറ്റും കൂടി നിന്ന്? ഞാൻ തെളിവ് തരാ. നീ ആ കല്യാണ സീഡി എടുത്ത് കാണും. എന്തോത്തിന്? നിന്നെ ഞാൻ താലി കെട്ടാൻ നേരത്ത് എന്റെ ചുറ്റും എന്റെ ബന്ധുക്കാരായിരുന്നു. അതാണ് എനിക്ക് ഇതിൽ കൂടുതൽ അപകടം എനിക്ക് വരാനില്ല. അപ്പൊ അതിനർത്ഥം ഞാൻ അപകടമാണെന്ന്. ഇനി ഒരു നിമിഷം ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കത്തില്ല. ഇപ്പം മരിക്കും. ഞാൻ മരിക്കും. ഇവിടെ കിടന്ന് ഞാൻ ചാടി. എത്ര വർഷമായി നീ ഞാനിവിടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? 4 വർഷം. ഈ 4 വർഷവും ഇവളുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല. ഇതിനും എതിരിക്കുന്നില്ല. ചാട്. ഇപ്പൊ ഞാൻ ചാടിയിട്ട് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത്രയും നേരം അയൽവാസിയായ ദരിദ്രവാസിയായ സുഭാഷ് എന്നെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കി. നിങ്ങളൊന്ന് ചോദിച്ചോ? എനിക്ക് ചോദിക്കാൻ പറ്റൂല. എന്ത്? എനിക്ക് മേലെ കണ്ടവൻ ഇടിയൊന്നും കൊള്ളാണ്ട് മീശയും പോയി അതോ അങ്ങനെ പോയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ? നിങ്ങളെ കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ആങ്ങളെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആരെ? എന്റെ ആങ്ങള. നിസ്സാര കാര്യത്തിന് എന്തിനാണ് അവനെ വിളിച്ചു വരുത്തിയത്? അവന് വെട്ടൊന്ന് മുറിയണ്ട്. എനിക്കറിയാൻ വരണ്ടെന്ന് പറ. വരണ്ടെന്ന് പറ. ആണ്ട വരുന്നു. എന്ത് പ്രശ്നം? അണ്ണാ, അണ്ണാ എന്നെ തല്ലി അണ്ണാ. അയ്യോ, ഞാനല്ല തല്ലിയത്. സുഭാഷിനെ അവള് പോയി തല്ലുമായിരുന്നു. അവിടെ നിന്നുള്ള സുഭാഷിനെ അവളാ തല്ലിയത്. ഈ പാപ്പി എന്ന് കേട്ടാണല്ലേ കട്ടപ്പന കിടുകിട വിറയ്ക്കും. നീ ഇല്ലേലും കട്ടപ്പന വിറച്ചോളും. അവിടെ ഭയങ്കര തണുപ്പല ഇറക്കാം. അതല്ല വിഷയം പറ. എന്താ വിഷയം പറ, കേക്കട്ടെ. അണ്ണാ ഈ തേങ്ങ വിഷയം തേങ്ങ പോ. വിഷയം പറ, കേക്കട്ടെ. എടാ ചെറുക്ക, നീ ഒരു പൊടിക്കടങ്ങ്. കാര്യം അവള് പറയും. വിഷയം പറ, കേക്കട്ടെ. അതൊരു സ്ഥലമല്ലേ? അത് കൽക്കട്ട. ഇത് കേക്കട്ടെ. അണ്ണാ, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അണ്ണനൊരു പ്രശ്നം ഉണ്ടാവരുത്. മനക്കെട്ടി ഉണ്ടാവണം അണ്ണാ. നീ പറയുമ്പോ ഞാൻ എന്തിനാടി മരപ്പട്ടി പിടിച്ചോണ്ട് പറഞ്ഞത്? കാര്യം പറയടി. മരപ്പട്ടി അല്ലണ്ണാ, മനക്കെട്ടി. ധൈര്യം വേണം. അതുണ്ട്. നീ എന്നെ കാണിക്കുന്നേ? ഏഷ്യം കടിച്ചമർത്തിയത്. അണ്ണാ, ഇവിടുത്തെ പ്രശ്നം എന്തിനാണെന്ന് അറിയോ? മാപ്പിള ലഹള. എനിക്ക് വയ്യേതാ വീണ്ടും കറങ്ങി ചുറ്റി മാപ്പിള കലകം വന്നേ.
ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ പോവില്ല അളിയ അടിയന്തരാവസ്ഥ കാലഘട്ടം 4 പേര് കൂടിക്കാൻ ഞാൻ അപ്പോഴേ അറസ്റ്റ് ചെയ്യും. എന്റെ പൊന്നളിയ വീട്ടിൽ പോ, ഞാനും പോകാൻ പോണു. നിനക്ക് എന്താ പ്രാന്തുണ്ടോ? ലഹളയെന്ന് പറഞ്ഞവള് അതല്ല പറഞ്ഞത്. ആണ്ട ഈ നിൽക്കുന്നവള് അപ്പുറത്തെ വീട്ടിലെ ഗിരിജയുടെ മാപ്പിളയായിട്ട് ഭയങ്കര ലഹള. അതിനാണ് അവള് മാപ്പിള ലഹള എന്ന് പറഞ്ഞത്. ഞാന് ചുമ്മാ പോയി അടി ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് എന്റെ കുഞ്ഞു പെങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടൂല. എന്നെ തന്തയ്ക്ക് വിളിച്ചാണ്ടാ സുഭാഷ്. ദേഷ്യം കടിച്ച മതിയത്. എടാ ഇവളെ തന്തയ്ക്ക് വിളിച്ചാൽ എന്റെ തന്തേടാ. എന്തുകൊണ്ട് നീ ചോദിച്ചില്ല? എന്റെ അളിയ ഞാൻ എങ്ങനെ ചോദിക്കും? ഈ നിൽക്കുന്നവളാണ് ആ സുഭാഷിന്റെ തന്തയ്ക്ക് ആദ്യം വിളിച്ചത് 10 തവണ. അവൻ ഒരു തവണ തിരിച്ചു വിളിച്ചാണ് ഇവള് കിടന്ന് വേളം വെക്കുന്നത്. ചുമ്മാ അല്ല അവളെ പഠിപ്പിച്ചത്. മക്കളെ സൂപ്പർ അടിപൊളി. അണ്ണാ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. അവനെ നമുക്ക് ഒതുക്കണം. എന്റെ കുഞ്ഞു പെങ്ങളെയും അളിയനെയും ഈ വിധത്തിലാക്കിയവനെ കാണിക്കോളാ. ഇവ എത്ര മണിക്ക് പുറത്തിറങ്ങും പറ? അളിയ ഇവൻ പുറത്തിറങ്ങാൻ സമയം എനിക്കറിയത്തില്ല. പക്ഷെ ഇവൻ രാത്രി ഒരു 11-11:30 മണിക്ക് ജനലിനകത്തൂടെ മൂത്രം ഒഴിക്കും. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. അതിനകത്ത് ഷോക്ക് ഘടിപ്പിക്കാം. അയ്യോ കരിഞ്ഞു പോവില്ലേ? കരിഞ്ഞു പോട്ടളി അളിയണത്. അവൻ കരിഞ്ഞ പോട്ടെ. അത് വേണ്ടല്ലേ, അത് റിസ്കാ. വേറെന്തെങ്കിലും വേറെ ഐഡിയ എന്ന് പറഞ്ഞാൽ അല്ലാതെ എപ്പോഴാണ് പുറത്തിറങ്ങണം പറയും? അല്ലാതെ ഇവൻ ഒരു വെളുപ്പിനെ 7-7:30 ആകുമ്പോൾ വെളിയിറങ്ങും. ഒരു പാൽക്കാരി തമിഴത്തി പെണ്ണ് പാലുമായിട്ട് വരും. ഇവൻ മൊന്തയായിട്ട് ഇങ്ങനെ വെളിയിറങ്ങും. പാൽക്കാരി അവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവൻ മൊന്തയായിട്ട് വരും. പാൽക്കാരി ഇവന് നേർക്ക് നേരെ നിൽക്കും. ഓക്കെ യവനങ്ങള പാൽക്കാരി എങ്ങനെ? പാൽക്കാരി എങ്ങനെ? നീ എന്നെ കാണുമ്പോ അവള് പറയണ ഇതൊക്കെ. അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എന്താണ് നിന്റെ പ്ലാൻ? എന്താണ് നിന്റെ പ്ലാൻ? പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, അവനെ BP കയറ്റിക്കൊല്ലാം. അത് നമ്മൾ കളഞ്ഞായിരുന്നു. പിന്നെ അത് പിടിച്ചോണ്ട് വരില്ല. എന്നാ വേണ്ട, വേറെ പറ. അളി ഒരു കാര്യം ചെയ്യ്. അവിടെ ഉണ്ടോ നോക്ക്. എന്നാ ഞാൻ അവൻ ഉണ്ടോ നോക്കാം. ഏറ്റളിയാ എന്റെ പൊന്നളിയാ 2 കൂടെ എന്നെ പ്രാന്തടിപ്പിച്ചിരിക്കുന്നു. അതൊക്കെ പോട്ട്. നിങ്ങളൊന്നവിടെ നിന്ന് എത്ര നാളായി കണ്ടിട്ട്? ഒരുപാട് ഉണങ്ങിപ്പോയി ചേട്ടോ. പിന്നെ ഉണങ്ങൂലി ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇത്രയും പരുവത്തിലായത്. അവിടെ അണ്ണന് കഴിക്കാനൊന്നും തരൂലായിരുന്നു. എന്റെ പൊന്നുമോളെ പോലീസുകാരന്മാര് എന്നെ അടിക്കാൻ വിളിക്കാൻ പൊതിച്ചോറും കൊണ്ടുവരില്ലേ? ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലേ അണ്ണാ? നല്ല ചോറും നല്ല ചാളക്കറിയും ഞാൻ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി കഴിച്ചോ. അയ്യോ എന്റെ കുഞ്ഞു പെങ്ങളുടെ ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി. ഞാൻ കഴിച്ചിട്ട് പൊരിച്ചമ്മനെ കൊണ്ടല്ലേ അത് മതി. പാവം എന്റെ അണ്ണൻ. ചോറ് കഴിക്കുന്നത് ഇന്നവനെ കൊല്ലാം. വാ അളിയാ, അവൻ ആ വീടിന്റെ വാക്കിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടു. വാ നമുക്ക് അവനെ പോയി കൊല്ലാം. ഉണ്ടളിയാ ഒരു തുണിയുടെ പെങ്ങളെ ഒരു തുണി കൊല്ലാനാ, ശ്വാസം മുട്ടിച്ച് കൊല്ലാനാ. എന്റെ ദൈവമേ, ഒരു തലേണ കൊല്ലുവൻ. എന്റെ ദൈവമേ, ഇന്ന് എന്തൊക്കെ നടക്കുന്ന ഒരു പായ എടുത്തോണ്ട് പായ ഉണ്ടാടി ഇവിടെ. അവനെടുത്ത് കൊടുക്ക. അവൻ എന്താണ് അളിയാ സീരിയസ് ആയിട്ട് അവനൊന്നും ചെയ്യുന്നില്ല. നോക്കടി അവിടെ. എന്റെ ദൈവമേ, കൊല്ലായിരുന്നാ മതിയായിരുന്നു. എന്റെ ദൈവം, നിന്റെ കണ്ണൻ കിടക്കണ കണ്ട. ഇവനടി വല്ല കാട ഫ്രൈ നിന്നിട്ട് കിടക്കുവാണ്. അളിയാ അളിയാ ഒന്ന് അടങ്ങ് മനുഷ്യ. ഒന്ന് ഉച്ചത്തി ഒന്ന് വിളിച്ചേ. അവന്റെ അവിടെ നിപ്പുണ്ട്. തല്ലണ്ടേ നമുക്ക് അവനെ. ഈ വയറ് മീത്തിരിക്കണ ഞാൻ എങ്ങനെയാണ് പോയി അടി കൂടുന്നത്? ഒന്നാമത്തെ എന്റെ പെങ്ങൾ തോനെ ചോറ് തന്നു. അവൻ വെച്ച് ഇടിച്ചു തന്ന ചോറ് മൊത്തം പുറത്ത് കേടൂലേ? അലിയ താമസിച്ചുണ്ടാ. ഒരു കാര്യം ചെയ്യും, നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കുന്നു. സോറി അളിയൻ കടന്നു. വയറ് മീത്തുണ്ടോ ഇല്ലെങ്കിൽ നോക്കായിരുന്നു. നീ അളിയനെ നിരീക്ഷിക്കണം. അവനെ വെച്ചിട്ടുണ്ട്. അവിടെയാ ഒന്ന് കഴിയട്ടാ. വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട്. അണ്ണാ, അണ്ണന് വയറിന് എന്തോ സുഖമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇച്ചിരി ഇഞ്ചി ചായ ഇട്ടോണ്ട് വരട്ടാ. നല്ലത് നല്ലത്. ഒരു പരിപ്പോടയും കൂടെ എടുക്കാല്ലേ? അതും നല്ലത്. വെച്ചിട്ടുണ്ട്. ഞാൻ വരണോട്ട് ഞാൻ അങ്ങോട്ട്. അല്ല കീടുക്ക് പരിപ്പോട കുടി. അവൻ ആ കാളച്ചെണ്ണ പൊട്ട് അവനെ ചവിട്ടി നിന്ന് കൊല്ലണം. ഇന്ന് കൊല്ലണം അവനെ. അളിയന് പ്രാന്ത. ഞാൻ നേരത്തെ ചോറ് ഇപ്പൊ ചായ പരിപ്പാട് തിന്നോണ്ടിരിക്കണ ഇടയിൽ ഇനി അടി വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് അടിക്കാം. വയറ് വെത്തിരിക്കുന്ന കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് നേരത്തെ ചുമ്മാ കിടന്ന ആവശ്യമില്ലാത്ത
ഇനി ഇവൻ ഈ വീട്ടിൽ നിന്ന് ആഹാരം കൊടുത്താ അതെങ്ങനെ കൊടുക്കാതിരിക്കും? നമ്മൾ വിളിച്ചിട്ടൊന്നും പട്ടിണിക്കിടാൻ പറ്റുമോ? ചായ ഒന്ന് ദഹിക്കട്ടെ, ഞാൻ വരുന്നു അങ്ങോട്ട്. ഇതിനൊരു എന്റെ ചായയൊക്കെ തയ്ച്ച് അവനെ തല്ലാമ്പാ എന്റെ ഒരു തല്ലാമ്പാ വാളിയ ഞങ്ങൾ അവനെ കൊന്നിട്ട് വരുള്ളൂ. അയ്യോ എടാ സുഭാഷേ, എന്റെ ആങ്ങളാന്ന് വന്നിട്ടുണ്ടോ? നോക്കിയിരുന്നോ നിന്റെ മുട്ടുകാലെന്നൊക്കെ തല്ലി അടിക്കും. അവൻ അങ്ങനെ തന്നെ വേണം. അവന് കുറച്ചും കൂടി കിട്ടണം. അവന് എന്തൊക്കെ കിട്ടണം എല്ലാം കിട്ടണം. അണ്ണാ കൊടുത്താ കണ്ടവനെ അടിച്ചാ പറണ്ണ എങ്ങനെ അടിക്കും? നമ്മൾ എന്നപ്പോ അവൻ ചോറുന്നോണ്ടിരിക്കണം. രണ്ടുള്ള എനിക്കും തന്നു, എനിക്കും വയറു. നിങ്ങൾ എന്താ ഇങ്ങനെ നിക്കണേ? ഇതൊന്നും കാണുന്നില്ല. എന്തൊന്നും മിണ്ടാ നിക്കണേ? ഞാനൊന്നും മിണ്ടത്തില്ല. അതെന്താ? എനിക്ക് എന്റെ നിലയിലപ്പാ വലുത്. അങ്ങോട്ട് നിന്നിട്ട് പോയി ചോദിച്ചേ. പെങ്ങളെ വൈകിട്ട് നമുക്ക് എന്താ കഴിക്കാൻ? ചപ്പാത്തി ചിക്കൻ കറി. ചപ്പാത്തി ചിക്കൻ കറിയാ? എന്നാ പിന്നെ അത് കഴിച്ചിട്ട് ആവാൻ ബാക്കി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. ഒരാഴ്ച വെച്ചിട്ടുണ്ട് ഞാൻ. പട്ടി ഉണ്ടോ നന്ദിയില്ലാത്ത ഇറങ്ങാൻ വീട്ടിൽ നിന്ന്. അളിയാ